ദൈവനാമത്തിന് മഹത്വം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സഭയിൽ ആയിരിക്കുന്നതിൽ. സുജോ ബ്രദർ പറഞ്ഞ പോലെ കഴിഞ്ഞൊരു 1.5 വർഷം 2 വർഷമായിട്ടാണ് എനിക്ക് സഹോദരനുമായിട്ട് പരിചയമുള്ളത്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചുരുക്കമായി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ കുവൈറ്റിലായിരുന്നു കഴിഞ്ഞ 22 വർഷമായിട്ട് ഞങ്ങളായിരുന്നത്. ഞങ്ങൾ കഴിഞ്ഞൊരു 2 വർഷമായിട്ട് US-ലായിരിക്കുന്നു. ഞാൻ കർത്താവിനെ കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂരിൽ ഏകദേശം 96-97 കാലഘട്ടത്തിലാണ്. അതിനുശേഷം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ദൈവവചനം പഠിക്കാനായിട്ടും ദൈവവചനം പഠിപ്പിക്കാനായിട്ടും ദൈവം തന്ന ഒരു ഭാരത്തിൽ ആയിരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ കംപ്ലീറ്റ് ആയിട്ടൊരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു നോവൽ വായിക്കുകയാണെന്ന് വയ്ക്കുക, ഒരു ഓഥറിൻ്റെ ഒരു നോവൽ. നമ്മളതിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സിലാവുകയാണ് അദ്ദേഹം എഴുതുന്ന ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ ചിന്തിക്കുകയാണ്. എന്നാൽ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിലൊരു ട്വിസ്റ്റ് വരികയാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് അദ്ദേഹം ഉദ്ദേശിച്ച ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളല്ല, വേറെ എന്തോ ആണ് പറയുന്നത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ ചാപ്റ്ററും വായിച്ച് പോകുമ്പോൾ നമുക്ക് കൂടുതൽ ആകാംക്ഷ ഉണ്ടാവുകയാണ്, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഇദ്ദേഹം കൺവേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വായിച്ച് ഈ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, ഇദ്ദേഹം ഒരൊരാളാണല്ലോ എഴുതുന്നത് പല ചാപ്റ്ററായിട്ട്. അന്നേരം നമുക്ക് ആ ഫുൾ പിക്ചർ നമ്മുടെ മനസ്സിൽ കിട്ടുകയാണ്. എന്നിട്ട് നമ്മൾ വീണ്ടും ആദ്യത്തെ ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്കുനിന്ന് വായിച്ചാലും നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് നമുക്ക് മനസ്സിലാകാതെ നമ്മളിതിൻ്റെ ഓരോ ചാപ്റ്ററും നമ്മളതിൻ്റെ ഫുൾ മെസ്സേജ് മനസ്സിലാകാതെ വായിച്ചാൽ നമുക്ക് എന്താണ് എഴുതിയിരിക്കുന്ന എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുകയില്ല. പലപ്പോഴും ദൈവവചനം പഠിക്കുകയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്ന പലരും ഈ രീതിയിലാണ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ദൈവം ഈ പുസ്തകത്തിൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജുണ്ട്. ആ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി എല്ലാം നിൽക്കുന്നത്. അല്ലാതെ ഇതിനെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതിൻ്റെ കാരണവും ഇതിൻ്റെ സന്ദേശം കൃത്യതയോടുകൂടി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരേ സന്ദേശമാണെന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയതുകൊണ്ടോ ഇല്ലെങ്കിൽ സയൻസുമായിട്ട് യാതൊരു തെറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ലെന്നോ ഇല്ലെങ്കിൽ ചരിത്രപരമായിട്ട് ഇത് കറക്റ്റാണെന്നോ എന്നുള്ളതൊന്നും അല്ല. ഇത് ദൈവവചനമാണ് എന്നുള്ളതിൻ്റെ തെളിവ്. അന്നേരം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ചുരുക്കമായിട്ടുള്ള സമയത്ത് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാനിത് പൂർണ്ണമായിട്ട് എനിക്ക് പറയാനായിട്ട് കഴിയത്തില്ല. പക്ഷേ ഞാനിത് നിങ്ങളുടെ അടുത്ത് ഒരു ബേർഡ്സ് ഐ വ്യൂ എന്നതുപോലെ പറയുന്നതിൻ്റെ കാര്യം പിന്നീടാണെങ്കിൽ നിങ്ങൾക്കിത് ചിന്തിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം, പൗലോസിൻ്റെ ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കൊലോസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം, കൊലോസ്യയിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ. അതിൻ്റെ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 3 കാലഘട്ടത്തെ പറ്റി, നമ്മളെപ്പറ്റിയുള്ള ഒരു 3 കാലഘട്ടത്തെ പറ്റി പൗലോസ് അവിടെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഓൾദോ you were formerly alienated and hostile in mind, engaged in evil deeds. മലയാളത്തിൽ മുമ്പേ, നമ്മളെപ്പറ്റിയുള്ള ഒരു കാര്യം പൗലോസ് പറയാണ്. മുമ്പേ നിങ്ങൾ എങ്ങനെയായിരുന്നു? മുമ്പേ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പൗലോസ് ഇത് എഴുതുന്നത് കർത്താവിൽ വിശ്വസിച്ച് പുതിയ സൃഷ്ടിയാവരുത്താണ്. അല്ലെങ്കിൽ ഈ മുമ്പേ എന്നുള്ളൊരു പദത്തിന് വലിയ പ്രസക്തിയില്ല. ഞാനത് മുമ്പോട്ട് പോകുമ്പോൾ പറയാം. അന്നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുമ്പേ നമ്മൾ ദുഷ്പ്രവൃത്തികളാൽ ദൈവത്തിൽ നിന്ന് അകന്നവരും ശത്രുക്കളുമായിരുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ പറ്റി പറയാണ്. ആൻഡ് യെറ്റ് ഹി ഹാസ് നൗ റെക്കൺസൈൽഡ് യു ഇൻ ഹിസ് ഫ്ലഷ്ലി ബോഡി. ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നു? നിങ്ങൾ ദൈവവുമായിട്ട് നിരപ്പിലായിരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ശത്രുക്കളായിരുന്ന നിങ്ങളെ ദൈവം തന്നോട് നിരപ്പിച്ചത് എന്നുള്ളത് പൗലോസ് പറയാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഇംഗ്ലീഷിലാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ വരുന്നത്. ആൻഡ് നൗ ഹി റെക്കൺസൈൽ യു ഇൻ ഹിസ് ഫ്ലഷ്ലി ബോഡി ത്രൂ ഡെത്ത് ഇൻ ഓർഡർ ടു പ്രസൻറ്റ് യു ബിഫോർ ഹിം ഹോളി ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് ബിയോണ്ട് റിപ്രോച്ച്. എന്തിനാണ് ദൈവം നമ്മളെ ദൈവമായിട്ട് നിരപ്പിച്ചത്?
ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നമ്മെ നിർത്തേണ്ടത്. അന്നേരം നമ്മളെപ്പറ്റിയുള്ള നമ്മുടെ പാസ്റ്റ് എന്താണെന്ന് പൗലോസ് പറയാണ്, പ്രസൻറ്റ് എന്താണെന്ന് പറയാണ് രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം. ഫ്യൂച്ചർ എന്തായിരിക്കണം, എന്താണ് ദൈവത്തിന് നമ്മളെപ്പറ്റിയുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൗലോസ് മുമ്പേ ഉള്ള കാര്യത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ ദുഷ്പ്രവൃത്തിക്കാളും മനസ്സുകൊണ്ട് അകന്നവരുമായിരുന്നു. എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും പൗലോസ് ഇതേ കാര്യമാണ് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെയും രക്ഷിക്കപ്പെട്ടവരെന്ന് പറയാണ്, നിങ്ങളെ അതിക്രമങ്ങളായാലും പാപങ്ങളായാലും മരിച്ചവരായാലും നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇത് ഇപ്പോഴും ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പാസ്റ്റ് റിയാലിറ്റി ആണെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് പ്രസൻറ്റ് റിയാലിറ്റി. അത് ആരെ പറ്റിയാണെന്നുള്ളത് നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. അന്നേരം ജാതികളെ സംബന്ധിച്ചിടത്തോളം, ജാതികൾ എന്ന് പറഞ്ഞ് ബൈബിളിൽ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവരൊന്നുമില്ല, അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. കർത്താവിൽ പുതിയ സൃഷ്ടി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പറയാണ്, അവരെങ്ങനെയാണ്? അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിക്കും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തന്നെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മുമ്പേ നിങ്ങൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ചിലരിങ്ങനെയാണ്. അതിൻ്റെ കാരണം എന്താണെന്നാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ആയിരിക്കുന്നത്? അതിൻ്റെ കാരണം പറയാണ്, അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയി. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഏലിയനേറ്റഡ് എന്നുള്ള കൊലോസ്യയിൽ പറഞ്ഞിരിക്കുന്ന അതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏലിയനേറ്റഡ് ഫ്രം ദ ലൈഫ് ഓഫ് ഗോഡ് ഓർ കട്ട് ഓഫ് ഫ്രം ദ ലൈഫ് ഓഫ് ഗോഡ്. ഇതാണ് പ്രശ്നം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ ജീവൻ എന്നുള്ള പദം 3 തരത്തിൽ അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാനൊരു ബൈബിൾ സ്റ്റഡി എടുക്കാനായിട്ട് അല്ല നിൽക്കുന്നതെങ്കിൽ ഞാനിത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നീട് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതിലാദ്യത്തേത് ഈ ശാരീരിക ജീവനെ പറ്റി പറയുന്നതാണ്. ശാരീരിക ജീവനെ പറ്റി ബൈബിൾ പഠിപ്പിക്കുന്ന അതിൻ്റെ ഒറിജിനൽ ബയോ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്, ശാരീരികമായിട്ടുള്ള ജീവനെ പറ്റി ഉപയോഗിക്കാനായിട്ട്. അതിൽ നിന്നാണ് ഈ ബയോളജി ഉണ്ടായത്. രണ്ടാമതൊരു ജീവനെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ സൂക്കെ എന്നാണ് അതിൻ്റെ സ്പെല്ലിങ്, ഞാൻ കറക്റ്റായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് സൂക്കെ എന്നാണ് അതിൻ്റെ പദം. അതിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായത്. അത് നമ്മുടെ ദേഹീപരമായിട്ടുള്ള ജീവനെ പറ്റി പറയുന്നതാണ്. എന്നാൽ ബൈബിളിൽ ഇതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ടാണ് ഈ സയൻസ് അതുമായിട്ട് ഡെവലപ്ഡ് ആയിരിക്കുന്നത്. എന്നാൽ ബാക്കി ആർക്കും അറിയാത്തൊരു ജീവനെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ദൈവിക ജീവൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ബൈബിളിൽ ഉപയോഗിക്കുന്ന പദം സോയ എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ ജീവൻ എന്നുള്ളതാണ്. എന്നിട്ട് ഈ ജീവനിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി എന്ന് പറയുമ്പോൾ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസിൽ മനുഷ്യൻ ഈ ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം, അല്ലേ? നമ്മൾ ഉൽപ്പത്തി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാനായിട്ട് കഴിയും. ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതുകയും മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുകയും ചെയ്തു. അങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ജീവനുള്ള ദേഹിയായിട്ട്, അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യനായിട്ട്, യഥാർത്ഥ ജീവനുള്ള മനുഷ്യനായിട്ടായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അന്നേരം ദൈവം, ബൈബിളിൻ്റെ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് തൻ്റെ ജീവനിലേക്ക് റെക്കൻസൈൽ ചെയ്ത് മടക്കിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുന്നുള്ളതാണ് ദൈവത്തിൻ്റെ ബൈബിളിലെ ആ മെസ്സേജ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അന്നേരം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി, ദൈവത്തിൽ നിന്ന് കട്ട് ഓഫ് ആയി തീർന്നു. അതോടെ മനുഷ്യൻ്റെ ഹൃദയം ഇവിടെ പറഞ്ഞിരിക്കുന്ന അവർ ഹൃദയ കാഠിന്യമുള്ളവരായി തീർന്നു. അന്നേരം ദൈവം മനുഷ്യനിൽ കൂടി, നമ്മളിപ്പോൾ ഞാൻ മുഴുവൻ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമായിട്ടുള്ള ആത്മാവിലുള്ള അടുത്ത ഒരു ബന്ധത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ദൈവവുമായി കണക്റ്റഡ് ആയിരുന്നു. ജീവൻ്റെ ഉറവയായിട്ടുള്ള, ഇല്ലെങ്കിൽ ലൈറ്റിൻ്റെ സോഴ്സായിരുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു മനുഷ്യനിരുന്നത്. അതായിരുന്നു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉൽപ്പത്തിയിലുണ്ടായിരുന്ന ബന്ധം. ദൈവവും മനുഷ്യനും തമ്മിൽ ആത്മാവിലൊന്നായിരുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവായിരിക്കും. അന്നേരം ദൈവവുമായിട്ട് പറ്റിച്ചേർന്ന്, ഇപ്പം ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണ്? അതതിൻ്റെ ഒറിജിനൽ പവർ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലേ? അത് കട്ട് ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു.
നമ്മൾ പറയും ലൈറ്റ് ചത്തു എന്ന് പറയും അല്ലേ. അന്നേരം ഇങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. അത് ഇൻഡിവിജ്വൽ മനുഷ്യൻ മാത്രമായിരുന്നില്ല, മനുഷ്യനും ഇല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ, സ്ത്രീയും പുരുഷനും തമ്മിൽ, അവരും തമ്മിൽ ഒരു ദേഹമായിരുന്നു. ദൈവവുമായിട്ട് ഒരാത്മാവും അന്യോന്യം ഒരു ദേഹവും, വൺ ബോഡി എന്നുള്ള പദം നമ്മൾ ആദ്യമായിട്ട് അവിടെയാണ് കാണുന്നത്. എന്നാൽ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന രണ്ട് വ്യക്തികൾ ഒരു ശരീരമായി, അതൊരു ഫിസിക്കൽ റിലേഷൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്, പരിപൂർണമായിട്ടും ഒന്നായിരുന്ന രണ്ട് വ്യക്തികൾ അവർ ദൈവവുമായിട്ടും ഒന്നായിരിക്കുന്നു. ഇതായിരുന്നു ദൈവത്തിൻ്റെ ഒറിജിനിലുള്ള സൃഷ്ടി. ഇതെന്താണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാനായിട്ട് ഞാൻ വിശദീകരിക്കാനായിട്ടാക്കിയെങ്കിൽ വളരെ ചുരുക്കമായിട്ട് ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ അതാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഒറിജിനൽ സൃഷ്ടി, ദൈവം എങ്ങനെയായിരുന്നു ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ ഒരു വെളിച്ചം പോലെ മനുഷ്യൻ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരുന്നു അവരുടെ കുടുംബത്തിൽ. അങ്ങനെ ദൈവത്തെ മനുഷ്യൻ വെളിപ്പെടുത്തിയിരുന്നു എന്നാണ് കാണുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആർക്കും ഒരു നാളും കാണാനായിട്ട് കഴിയത്തില്ല അല്ലേ. അന്നേരം ഒരു ആലങ്കാരിക കഥ ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ദൈവത്തെ ആർക്കും അറിയത്തില്ല. ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ബാക്കിയുള്ള ഈ പ്രപഞ്ചത്തെ മാത്രമല്ല, ഈ യൂണിവേഴ്സിനെ മുഴുവൻ ദൈവമാണ് സൃഷ്ടിച്ചത്, ഈ ഭൂമിയെ മാത്രമല്ല. അന്നേരം ഒന്ന് ചിന്തിക്കുക, ഈ വേറെ ഏതോ ഗ്രഹങ്ങളിൽ ചേറെ ജീവികളുണ്ടെന്ന് ചിന്തിക്കുക, ഉണ്ടെന്ന് ചിന്തിച്ചാൽ മതി. അന്നേരം അവർ പറയുകയാണ്, ദൈവത്തെ, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ ആർക്കും നമ്മൾ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ദൈവത്തെ കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ദൈവത്തെ പരിപൂർണമായിട്ട് വെളിപ്പെടുത്തുന്ന 2 പേർ ഭൂമി എന്ന് പറഞ്ഞൊരു ഗ്രഹത്തിലുണ്ട്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തെ കാണാനായിട്ട് കഴിയും. അന്നേരം അവർ ഭൂമിയിലേക്ക് വരികയാണ്. അവർക്ക് ദൈവത്തെ കാണണമെങ്കിൽ എവിടെ പോകണം? നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നതുകൊണ്ട് അറിയാൻ വേണ്ടി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. എവിടെ? ഭൂമിയിൽ എവിടെ പോകണം? ആദമിൻ്റെ ഹവ്വയുടെയും വീട്ടിൽ പോകണം അല്ലേ. ആദമിൻ്റെ ഹവ്വയുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ എന്താ കാണാനായിട്ട് കഴിയും? ദൈവത്തെ കാണാൻ. എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും? എങ്ങനെ ദൈവത്തിൻ്റെ തേജസ് കാണാൻ പറ്റും? എങ്ങനെ ദൈവത്തിൻ്റെ തേജസ് കാണാൻ പറ്റും? ആദമിൻ്റെ ഹവ്വയുടെയും വീട്ടിലോട്ട് ചെല്ലുകയാണെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് എങ്ങനെ കാണാൻ പറ്റും? എൻ്റെ സമയത്തുള്ളിൽ നിർത്തേണ്ടതുകൊണ്ട് നിങ്ങളുടെ കൂടുതൽ ചോദിച്ചു. അവരുടെ തമ്മിൽ ഒന്നായിരിക്കുന്നത് അവരുടെ സ്വഭാവം, അവരുടെ തമ്മിലുള്ള സ്നേഹം, കർത്താവിൻ്റെ ക്യാരക്ടർ ഇവരുടെ വീട്ടിൽ ഇവർ രണ്ടുപേരും കൂടി ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയും അല്ലേ. എന്നിട്ട് ഇത് കാണാനായിട്ട് കഴിയും. പക്ഷേ ഒരു സംഭവം നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം, പിശാച് വരുന്നു, ഇവരെ ദൈവമായിട്ടുള്ള പവർ സോഴ്സിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുന്നു. അതോടുകൂടി ഇവർ തമ്മിൽ തന്നെ ഡിസ്കണക്റ്റഡ് ആവുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ പിക്ചറാണ് കാണുന്നത്. അതിനുശേഷം ആരെങ്കിലും വന്ന് ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരെ കാണാനായിട്ട് കഴിയും? ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല, പകരം പിശാചിനെ കാണാനായിട്ട് കഴിയും. കാരണം അവരിൽ കൂടി പിശാചിൻ്റെ സ്വഭാവം വെളിപ്പെടുകയാണ്. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയി മനം തഴമ്പിച്ച് ഹൃദയകാഠിന്യ നിമിത്തം പാപത്തിന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനിത് ചോദിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ, ഇല്ലെങ്കിൽ ദൈവത്തെ കാണണമെന്ന് ചിന്തിച്ചാലും വന്നു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ എത്രത്തോളം ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസിലേക്ക് റെസ്റ്റോറായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഓക്കെ, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ഇതാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ദൈവത്തിൽ നിന്ന് അകന്നുപോയി മനുഷ്യൻ്റെ ഹൃദയം കഠിനമായി തീർന്നു. മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ജീവനെ വെളിപ്പെടുത്തുന്നതിന് പകരം പിശാചിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്താനായിട്ട് തുടങ്ങി. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരിക്കും, മർക്കോസ് 7:21 വരുമ്പോഴൊക്കെ കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം ഇവിടാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം അവൻ്റെ പ്രവൃത്തികളല്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് ഇതെല്ലാം പുറപ്പെട്ടു വരും എന്ന് പറയുന്നു. എല്ലാ മതങ്ങളും ഇൻക്ലൂഡിങ് ക്രിസ്തു മതവും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ട്, അടിസ്ഥാന പ്രശ്നത്തെ ചികിത്സിക്കുന്നതിന് പകരം ഒരു ഭക്തിയുടെ പുറമേയുള്ളൊരു വേഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. റിലീജിയസ് ആക്ടിവിറ്റീസ്, നിയമങ്ങൾ, ഇതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിലുള്ളതിനെ പുറത്തു വരുത്താതെ പുറത്തൊരു കവർ ഇട്ടിരിക്കുക. അതാണ് അവസാന കാലത്തേക്ക് വരുമ്പോഴേക്കും എല്ലാ മനുഷ്യരിലേക്കും ഇത് ഉണ്ടാവും. തിമോത്തിയോസിൽ പറഞ്ഞിരിക്കുക, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് അവസാനം പറയാണ്, അവർ ദൈവത്തിൻ്റെ ശക്തി ഇല്ലാത്തവരായി ഭക്തിയുടെ വേഷം മാത്രമുള്ളവരായിരുന്നു. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് ഇങ്ങനെയുള്ള മനുഷ്യനിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ റെസ്റ്റോർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സന്ദേശം. സുവിശേഷത്തിൻ്റെ ആത്യന്തിക സന്ദേശമല്ല ഞാൻ പറയുന്നത്, ഏറ്റവും അടിസ്ഥാന സന്ദേശം എന്ന് പറഞ്ഞത് ഇങ്ങനെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ
ദൈവത്തിന് എങ്ങനെ തൻ്റെ ജീവനിലേക്ക് തിരിച്ചു വരുത്താനായിട്ട് കഴിയും? ദൈവത്തിന് മനുഷ്യൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് കഴിയും, അല്ലേ? സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് മനുഷ്യൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് കഴിയും. മനുഷ്യനെ പണക്കാരനാക്കാനായിട്ട് ദൈവത്തിന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് കഴിയും. പണം കൊടുക്കാനായിട്ട് കഴിയും, സൗഖ്യം കൊടുക്കാനായിട്ട് കഴിയും, എല്ലാം ദൈവത്തിന് കൊടുക്കാനായിട്ട് കഴിയും. പക്ഷേ സ്വർഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് ചെയ്യാൻ കഴിയാതിരുന്ന ഒരൊറ്റ കാര്യമാണ്. എന്താണെന്ന് അറിയാമോ? അകന്നുപോയ മനുഷ്യനെ ദൈവമായിട്ട് വീണ്ടും റെസ്റ്റോർ ചെയ്യുക എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഇങ്ങനെ ദൈവമായിട്ടും മനുഷ്യനാകുന്നു പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് ഒരു വയർ രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തിരിച്ച് യോജിപ്പിക്കും. സാധാരണ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അവർ വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചത് കണക്റ്റഡ് ആവാതിരിക്കാനായിട്ടൊരു കാര്യം ചെയ്യും. എന്താണെന്ന് അറിയാമോ? ആരെങ്കിലും അത് കയറി പിടിച്ച് കറണ്ട് അടിക്കാതിരിക്കാൻ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കും, അല്ലേ? എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് കാണാം. നമ്മളൊരു റിമോട്ടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ചാർജ് ആയി പോകാതിരിക്കും, ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പോലെ ഉണ്ടാകും. എന്നിട്ട് മനുഷ്യനും ദൈവവും തമ്മിൽ തിരിച്ച് കണക്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിലൊരു കട്ടിയുള്ള ഒരു ലെയർ വന്നു കഴിഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവന് ഹൃദയം കാഠിന്യമുണ്ടായി. യേശുക്രിസ്തു കുടുംബജീവിതത്തെപ്പറ്റി, അല്ലെങ്കിൽ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമെന്ന് പരീശന്മാർ ചോദിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു, അവർ ഒന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ മോശ എന്തിനാണ് ഇവർ വേറെ ചെയ്യാനായിട്ട് അനുവദിച്ചെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, മോശ അനുവദിച്ചതിൻ്റെ കാര്യം അവരുടെ ഹൃദയത്തിലൊരു കട്ടിയുള്ളൊരു ലെയർ ഉണ്ടായിരുന്നു, ഇവർക്ക് ഒന്നാകാൻ കഴിയത്തില്ലായിരുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു ദേഹമായിരുന്ന മനുഷ്യൻ, ഇല്ലെങ്കിൽ കുടുംബമായിരുന്ന ഭാര്യയും ഭർത്താവും രണ്ടായി തീർന്നു. ഇവർക്ക് ഒന്നാകാനായിട്ട് കഴിയത്തില്ല, ഇമ്പോസിബിളാണ്. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാന പ്രശ്നവും അതാണ്. എന്നാൽ അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്തു ചെയ്തു? ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുകയും തൻ്റെ ശരീരത്തിൽ കൂടി, തൻ്റെ ജഡശരീരത്തിൽ കൂടി ദൈവം തന്നെ തന്നോട് നിരപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ദൈവം ചെയ്തൊരു കാര്യം. ഈ ഒരു നിരപ്പിലേക്ക് വരാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനായിട്ട് കഴിയും, അതൊരു ന്യായവിധിക്ക് വേണ്ടിയിട്ട് നിൽക്കാനായിട്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 9:28 പറഞ്ഞിരിക്കുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കും. ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ടു മാൻ വൺസ് ടു ഡൈ ആൻഡ് ദെൻ ഫേസ് ജഡ്ജ്മെൻറ്റ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കാത്ത ഒരു മനുഷ്യൻ നിന്നു കഴിഞ്ഞാൽ നേരെ അവൻ നിത്യന്യായവിധിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു അത് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധ്യം വരുന്ന, വിശ്വാസികൾക്ക് ബോധ്യം വരുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ ലോകത്തിന് 3 കാര്യങ്ങളെപ്പറ്റി ബോധ്യം വരുന്നതാണ് പറഞ്ഞത്. എന്താണ്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവിടെ പറഞ്ഞാൽ എന്താണ് പാപം എന്നുള്ള അടുത്ത വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ട് പാപത്തെക്കുറിച്ചും. അന്നേരം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഈ റെക്കൺസിലേഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ് പാപം എന്നുള്ളത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് ബോധ്യം വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തിൻ്റെ നീതിയുള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും നിത്യന്യായവിധിയിലേക്ക് പോവുകയും ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ. അതിൽ പൗലോസ് ഈ കാര്യം വീണ്ടും പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായം, 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായിത്തീരുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണബോധന. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ക്രിസ്തു മൂലം നമ്മെ തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. ഇവിടെ എത്ര പ്രാവശ്യമാണ് നിരക്കുക 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 എന്നുള്ള പദം പറഞ്ഞത്? ദൈവം പറയാണ്, ഞാൻ ഒരു കാര്യം ചെയ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്. എന്താണ്? യേശു ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ച് ക്രിസ്തുവിൽ, അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി അവൻ പാപമാക്കപ്പെട്ടു. എന്നിട്ട് യേശുക്രിസ്തു പാപമാക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ നീതി ഇൻ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. ഇത് സുവിശേഷകന്മാർ എല്ലാവരും വന്ന് പറയാണ്, യേശുക്രിസ്തു ക്രൂശിൽ കൂടി ആ നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്തു. എന്നിട്ട് പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് നിരന്നുകൊള്ളൂ. ഇനി ഇതൊരു അപേക്ഷയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ചില ആൾക്കാരെ ഓട്ടോമാറ്റിക്കലി നിരപ്പിക്കുന്നില്ല. ദൈവം നിരപ്പിൻ്റെ പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത്.
യേശുക്രിസ്തുവിൽ കൂടി ദൈവം ആ നിരപ്പിൻ്റെ ശുശ്രൂഷ നിവർത്തിക്കുകയാണ് ചെയ്തത്. ഇല്ലെങ്കിൽ ദൈവം ലോകത്തെ തന്നോട് നിരപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തിട്ട് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായ സുവിശേഷകർ നിന്നിട്ട് പറയാണ്, ദൈവത്തോട് നിങ്ങളാണ് നിരക്കേണ്ടത്. അല്ലേ? ദൈവം ആരെയും നിരപ്പിക്കുന്നില്ല ഓട്ടോമാറ്റിക്കലി. ദൈവം ആരെയും നേരത്തെ സെലക്ട് ചെയ്ത് നിരപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യരുടെ പറയാണ് നിരന്നുകൊള്ളുവിൻ. ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഒന്ന് വിശദീകരിക്കാനായിട്ട്. നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവമായിട്ട് മനുഷ്യൻ അകന്നതോടുകൂടി ദൈവത്തിൻ്റെയും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച വെളിപ്പെടുത്താനായിട്ട് ദൈവം തുടർച്ചയായി മനുഷ്യൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു സിമ്പലുണ്ട്. എന്താണെന്ന് അറിയാമോ? ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നതിനായിരിക്കാം. ദൈവം ദേവാലയത്തിൻ്റെ ആ തിരശീല മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും നടുക്ക്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ നടുക്ക് വെച്ചത് എപ്പോഴും മനുഷ്യനെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു വേർപാടാണ്. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് വിശദമായിട്ട് പറയേണ്ടതാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഈ പഴയ നിയമ ദേവാലയത്തെ പറ്റിയുള്ള വിശദീകരണമാണ്. എല്ലാ വാക്യങ്ങളും നിങ്ങൾ എടുക്കണമെന്നില്ല. അവിടെ എബ്രായ ലേഖനകർത്താവ് പറയാണ്, ഇത് ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി ദൈവം തുറന്നിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലുള്ളവരുടെ അടുത്ത് സംസാരിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. എന്താണ്? ആ തിരശീല. ആ തിരശീല കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള വഴി തുറന്നിട്ടില്ല. ഈ തിരശീല കട്ടിയുള്ള തിരശീല, ആ കട്ടിയുള്ള തിരശീല മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ കട്ടിയുള്ള അകൽച്ചയെ പറ്റി കാണിക്കുകയാണ്. ബൈബിളിൽ 3 തിരശീലകളെ പറ്റി പറയുന്നുണ്ട്. ഞാൻ 2 തിരശീലകളെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ആദ്യത്തെ തിരശീല ഇതാണ്, പഴയ നിയമത്തിൽ ദൈവം സ്ഥാപിച്ച ആ തിരശീല. അതിൽ കൂടി ദൈവം മനുഷ്യരെടുത്ത് പറയാണ്, ഞാനും നീയും തമ്മിലൊരു അകൽച്ചയുണ്ട്, നിരപ്പ് സംഭവിച്ചിട്ടില്ല എന്ന് പറയണം. 9-ാമത്തെ അധ്യായം അതാണ് പറയുന്നതെങ്കിൽ 10-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ യാഗമാണ് പരിശുദ്ധ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ യേശുക്രിസ്തുവിൻ്റെ യാഗത്തെപ്പറ്റി പൂർണ്ണമായിട്ട് വിശദീകരിച്ചതിന് ശേഷം ആ 2-ാമത്തെ തിരശീലയെ പറ്റി 19-ാമത്തെ വാക്യത്തിൽ പറയാണ്. എബ്രായ ലേഖനം 10:19 പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി ഒരു ജീവനുള്ള വഴി ഇനാഗുറേറ്റ് ചെയ്തു, പ്രതിഷ്ഠിച്ചു എന്നുള്ള മലയാളത്തിലെ വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ജീസസ് therefore brethren, since a new and living way which he inaugurated for us through the veil which is his flesh. ഇതാണ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞത്. തൻ്റെ ജഡശരീരത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന തിരശീല ക്രൂശിൽ വെച്ച് ചിന്തപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കാനായിട്ട്. അത് കൺഫേം ചെയ്തുകൊണ്ടാണ് ദൈവം ദേവാലയത്തിൻ്റെ തിരശീല 2ആയിട്ട് ചിന്തുന്നത്. 2 തിരശീല ചിന്തപ്പെടുന്നു. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശീല മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഒന്നാക്കാനായിട്ട്. ദൈവം അതിനെ ഉറപ്പിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ തിരശീല ചീറിയിട്ട് പറയാണ്, മനുഷ്യനും ദൈവവും ഒന്നാകാനായിട്ടുള്ള വഴി കംപ്ലീറ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അല്ലേ? അതോടുകൂടി കാര്യങ്ങൾ കഴിഞ്ഞു. മനുഷ്യനും ദൈവവും തമ്മിൽ ഒന്നാകുമോ? വേറൊരു തിരശീലയെ പറ്റി കൂടി ബൈബിൾ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്കറിയാമോ? മലയാളത്തിൽ തിരശീല എന്നല്ല പറയുന്നത്, വേറൊരു പദമാണ്. ഇംഗ്ലീഷിൽ വെയിൽ എന്ന് തന്നെയാണ് 3-നും ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മോശയുടെ മുഖത്തെ മൂടുപടവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കറക്റ്റാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു മൂടുപടത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തിന്, അതാണ് 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും, വെയിൽ അല്ലെങ്കിൽ തിരശീല നീങ്ങിപ്പോകുമെന്നാണ് പറയുന്നത്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. അന്നേരം എന്താണ്? ദൈവത്തിൻ്റെ ആ വർക്ക് കഴിഞ്ഞു. മനുഷ്യൻ്റെ അടുത്ത് ദൈവം പറയാണ്, ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. അന്നേരം മനുഷ്യൻ തിരിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വർക്ക് കഴിഞ്ഞു. മനുഷ്യൻ തിരിഞ്ഞില്ലെങ്കിൽ അവൻ റെക്കൻസൈൽ ആവുകയില്ല. അന്നേരം സുവിശേഷം മനുഷ്യൻ്റെ അടുത്ത് പറയുകയാണ്, വ്യക്തമായിട്ട് പറയാണ്, റിപ്പൻറ്റ്, ടേൺ ടുവേർഡ്സ് ഗോഡ്. ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആ തിരശീല നീങ്ങിപ്പോവുകയും ദൈവവും മനുഷ്യനുമായിട്ട് ഒന്നാവുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവൻ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ദൈവത്തിൻ്റെ ആത്യന്തികതയിലേക്ക് വരികയും ചെയ്യുന്നു. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന അടിസ്ഥാന സന്ദേശം. ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം 3:14, 15, 16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3:16 ആർക്കൊക്കെ അറിയാം? ശ്രദ്ധിച്ചിരിക്കണേ. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. ആരാണെങ്കിലും ഞാൻ
ഈ രീതിയിൽ പറയുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവത്തില്ലെന്ന് അറിയാം, എനിക്ക് നിങ്ങൾക്ക് ആരാണെങ്കിലും. ഓക്കെ, യോഹന്നാൻ്റെ 3:16 കാണാതെ അറിയാവുന്നൊരു എത്ര പേരുണ്ട്? അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? അത് ഞാൻ പറയാനായിട്ടാണ്. എനിക്കോട്ടെ, യോഹന്നാൻ 3:14-15 അറിയാവുന്നവരാർക്കുണ്ട്? പറയാമോ ആർക്കെങ്കിലും? ഞാനിത് എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങളിത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചില ടെസ്റ്റുകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ മെസ്സേജ് മുഴുവൻ മറന്നു പോകും. പിന്നെ ഇതെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾ പിന്നീട് ഓർത്തിരിക്കുക. യോഹന്നാൻ 3 നോക്കരുത്, ബൈബിൾ തുറക്കരുത്. യോഹന്നാൻ 3:14-15 കാണാതെ അറിയാവുന്നവർ എത്ര പേരുണ്ട്? അല്ല അല്ലല്ല, ഓക്കെ. ഞാൻ ബുദ്ധിമുട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ് നമുക്ക് യോഹന്നാൻ 3:16 കാണാതെ അറിയുകയും യോഹന്നാൻ 3:14-15 കാണാതെ അറിയാതിരിക്കുകയും ചെയ്യുന്നത്? കാര്യം നമ്മൾ വിചാരിക്കുന്നത് ഈ യോഹന്നാൻ 3:16 സുവിശേഷമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലേ? ഞാനൊരു പ്രാവശ്യം ഒരിടത്ത് ചെന്നപ്പോൾ ഈ ഗോസ്പൽ ഇൻ 36 ലാംഗ്വേജസ് എന്ന് പറഞ്ഞൊരു ബുക്ക്, അത് നോക്കിയപ്പോൾ യോഹന്നാൻ 3:16 36 ലാംഗ്വേജിൽ എഴുതിയിരിക്കുകയാണ്. യോഹന്നാൻ 3:16 അതൊരു കംപ്ലീറ്റ് വാക്യം പോലും അല്ല, അറിയാമോ? എന്തുകൊണ്ടാണ് യോഹന്നാൻ 3:16 കംപ്ലീറ്റ് വാക്യമല്ലെന്ന് ഞാൻ പറഞ്ഞത്? എൻ്റെ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോയല്ലോ, പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. യോഹന്നാൻ 3:16 തന്നെ എടുക്കാം, നിങ്ങളെടുത്തോ പെട്ടെന്ന്. യോഹന്നാൻ 3:16 ഇംഗ്ലീഷ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഫോർ ഗോഡ്സ്. ഫോർ എന്ന് പറഞ്ഞൊരു വാക്ക് തുടങ്ങത്തില്ല. ഫോർ എന്ന് പറയുന്നൊരു വാക്ക് വേറെ 2 വാക്യങ്ങളെ കണക്ട് ചെയ്യുന്നതാണ്. ഇതൊരു കണ്ടിന്യൂസ് കോൺവെർസേഷനാണ് നിക്കോദീമോസുമായിട്ടുള്ള ബന്ധത്തിൽ. ഓക്കെ, പെട്ടെന്ന് അത് വാക്യം യോഹന്നാൻ 3:14-15 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്. സോ മച്ച് എന്നല്ല, ക്വാണ്ടിറ്റി അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ ദൈവം മനുഷ്യലോകത്തെ സ്നേഹിച്ചു. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിയതാണ് മുകളിൽ പറയുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രൂശിൽ ദൈവത്തിൻ്റെ റെക്കൺസിലിയേഷൻ വർക്ക് നടത്തി. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് താഴത്തെ വാക്യം. അന്നേരം മുകളിലത്തെ 2 വാക്യം വായിക്കാതെ ശരിക്കും സത്യം പറഞ്ഞാൽ 16 അർത്ഥമില്ല. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫോർ ഇംഗ്ലീഷിൽ ഇങ്ങനെ, ആസ് മോസസ് ലിഫ്റ്റഡ് അപ്പ് ദ സർപ്പന്റ് ഇൻ ദ വിൽഡർനസ്, ഈവൻ സോ മസ്റ്റ് ദ സൺ ഓഫ് മാൻ ബി ലിഫ്റ്റഡ് അപ്പ്, ആൻഡ് ഹൂസോവർ ബിലീവ്സ് ഇൻ ഹിം ഹാവ് എറ്റേണൽ ലൈഫ്, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ്, ദാറ്റ് വേ ലവ് ദ വേൾഡ് എന്നാണ്. ആ രീതിയിൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചത് ചുമ്മാതൊരു സ്നേഹമായിരുന്നില്ല. യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിയിട്ട് യേശുവിൻ്റെ ജീവൻ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ നിത്യജീവൻ ലഭിക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഡിവൈൻ ലൈഫ് ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് പകരാനായിട്ടാണ് ദൈവം യേശുവിനെ ക്രൂശിൽ തറച്ച് ഉയർത്തി അവനെ മനുഷ്യരുടെ മുമ്പിൽ കാണിച്ചു തന്നത്. ഇതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സന്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അന്നേരം ഇതാണ് കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവരടുത്ത് പറഞ്ഞിരിക്കുന്നത്. മുമ്പേ ആദിയിൽ എങ്ങനെയല്ലായിരുന്നു? ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരുന്നു. എന്നാൽ വീണുപോയ മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മുമ്പേ നിങ്ങൾ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു പോയവരായിരുന്നു, ശത്രുക്കളായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജഡശരീരത്തിൽ കൂടി യേശുവിനെ ക്രൂശിൽ ഉയർത്തിക്കൊണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആ സർപ്പത്തിൻ്റെ കടിയേറ്റ വ്യക്തികൾ പിച്ചള സർപ്പത്തെ നോക്കുന്ന പോലെ മനുഷ്യൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിക്കൊണ്ട് ദൈവം പറയാൻ ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കാനായിട്ട് കഴിയും, അവനിൽ വിശ്വസിക്കാത്ത ഏവനും ന്യായവിധിയിലേക്ക് ആയിത്തീരും. അതാണ് യോഹന്നാൻ അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് കൊണ്ട് അവർ ഉള്ളിനെ സ്നേഹിച്ച് ന്യായവിധിയിലേക്ക് പോകും. ഓക്കെ, എന്തിനാണ് ദൈവം മനുഷ്യനെ ദൈവവുമായിട്ട് റെക്കൺസിൽ ചെയ്തത്? അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം. അവിടെ പറയാണ്, and he now reconcile you in his fleshly body through his death in order to present you before him holy and blameless beyond reproach. എന്നിട്ട് എന്തിനാണ് ദൈവം നമ്മളെ ദൈവവുമായിട്ട് നിരപ്പിച്ചത്? നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ദൈവം തൻ്റെ ജീവനെ നമ്മുടെ ഉള്ളിൽ തന്നത്? നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും ബിയോണ്ട് റിപ്രോച്ച് ആയിട്ട് നിർത്താനായിട്ട്, ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് പ്രൊഡക്റ്റ് ദൈവത്തിന് ഫുൾഫിൽ ചെയ്യാനായിട്ട്. ഞാൻ ചില വാക്കുകളിലൂടെ വായിച്ചു നിർത്താനായിട്ടാണ്. ഈ കാര്യം തന്നെ വിശദീകരിക്കുന്ന വേറൊരു ലേഖനമാണ് എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, കൊലോസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ വീണ്ടും ഒരു തുടർച്ചയായിട്ടുള്ള വാക്യങ്ങളാണ്.
അവിടെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, 5-6 വാക്യങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന കാര്യം വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അന്നേരം യേശുക്രിസ്തുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഉള്ള ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ക്രൂശിലെ മരണം വരെ 2-3 വാക്യങ്ങൾ പൗലോസ് വിശദീകരിക്കുകയാണ്, അല്ലേ? യേശു ക്രിസ്തു ദൈവരൂപത്തിലായിരുന്നു, ദൈവമായിരുന്നു, ദൈവത്തോട് സമനായിരുന്നു. യേശു ക്രിസ്തു ആദ്യം എന്താണ് ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ട, അവിടെ പറഞ്ഞിരിക്കുക ആദ്യം എന്താണ് യേശു ക്രിസ്തു ചെയ്തത്? തന്നെത്താൻ താഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്നെത്താൻ അവിടെ പറഞ്ഞിരിക്കുന്നത് തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. തന്നെത്താൻ താഴ്ത്തിയ രണ്ടാമതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കർത്താവ് ചെയ്തത് യേശു ക്രിസ്തു ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു. എന്താണ് ഒഴിച്ചത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവിക ആ പ്രിവിലേജസ് ആണ് യേശു ക്രിസ്തു ഒഴിച്ചത്, അല്ലേ? അതൊഴിച്ചിട്ട് പിന്നെ താഴ്ചയാണ് ചെയ്തത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. ഇംഗ്ലീഷ് വായിച്ചാൽ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ടേക്കിംഗ് ദ ഫോം ഓഫ് ബോൺ സെർവൻറ്റ് ആൻഡ് ദെൻ ഹി ഹംബിൾഡ് ഹിംസെൽഫ്. അന്നേരം എംപ്റ്റി ചെയ്തു, തന്നെത്താൻ താഴ്ത്തി, അനുസരിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു. അന്നേരം ഈ യേശു ക്രിസ്തുവിൻ്റെ താഴ്മയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. അന്നേരം ഈ യേശു ക്രിസ്തുവിൻ്റെ താഴ്മ എങ്ങനെയാണ് യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത്? അവിടെ തന്നെ പറയുന്നുണ്ട്, ക്രൂശിലെ മരണത്തോളം. അന്നേരം താഴ്മയുടെ തെളിവ് എന്താണെന്ന് പറയാനായിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് താഴ്മ ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? അനുസരണമാണ് താഴ്മയുടെ തെളിവ്, അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലാതെ താഴ്ന്നിട്ട് പെതുക്കെ സംസാരിക്കുന്നതോ ഇല്ലെങ്കിൽ വളരെ സൗമ്യനായിട്ട് സംസാരിക്കുന്നതോ ഒന്നും താഴ്മയുടെ തെളിവല്ല. താഴ്മയുടെ തെളിവെന്ന് പറയുന്നത് അനുസരണമാണ്. ഓക്കെ, ഞാൻ വേറൊരു ചോദ്യം കൂടെ നിങ്ങളോട് ചോദിക്കാം. യേശു ക്രിസ്തുവിൻ്റെ താഴ്മയുടെ ഏറ്റവും ബെസ്റ്റ് പിക്ചർ, താഴ്മയുടെ ഏറ്റവും ഒരു ബെസ്റ്റ് പിക്ചർ ഏതാണ്? ഒരു യേശു ക്രിസ്തുവിൻ്റെ താഴ്മയെ പറ്റി ഒരു പിക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് പടം വരയ്ക്കും? ശിഷ്യന്മാരുടെ കാല് കഴുകിയത് വരയ്ക്കും, അല്ലേ? അതെന്താ അങ്ങനെ ഇത് വരയ്ക്കാൻ കാര്യം? ബാക്കിയുള്ള ഒന്ന് യേശുവിൻ്റെ താഴ്മയുടെ ലക്ഷണമല്ലേ? യേശു ക്രിസ്തുവിൻ്റെ താഴ്മയുടെ ലക്ഷണം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ യേശു ക്രിസ്തു ചാട്ടവാറെടുത്ത് ആൾക്കാരെ അടിച്ചോടിക്കുന്ന വരയ്ക്കുമോ? എന്താ കാര്യം? അന്നേരം ഒന്ന് താഴ്മയില്ലാത്തതും മറ്റേത് താഴ്മയുമാണോ? രണ്ടും താഴ്മയല്ലേ, അല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, താഴ്മയെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന്, അല്ലേ? താഴ്മയെന്ന് പറയുന്ന അനുസരണമാണെങ്കിൽ ദൈവം പറയുന്നത് എന്തും ചെയ്യുന്നത് താഴ്മയുടെ ലക്ഷണമാണ്. അതാണ് താഴ്മയുടെ ലക്ഷണം. കർത്താവ് പറയുന്നത് ചെയ്യുന്നതാണ് താഴ്മയുടെ ലക്ഷണം. കർത്താവ് ചാട്ടവാർ എടുക്കാൻ പറഞ്ഞാൽ ചാട്ടവാർ എടുക്കുന്നത് താഴ്മയുടെ ലക്ഷണമാണ്. കർത്താവ് കാല് കഴുകാൻ പറയുമ്പോൾ കാല് കഴുകുന്നത് താഴ്മയുടെ ലക്ഷണമാണ്. അല്ലാതെ പ്രവൃത്തിയേക്കാൾ കൂടുതൽ അതിൻ്റെ പുറകിലുള്ള ആറ്റിറ്റ്യൂഡാണ്. അതാണ് ക്രിസ്തുവേശുവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞത്, അല്ലേ? എന്നിട്ട് ഈ ഒരു ഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. ദൈവം പറയുന്നത് എന്താണോ അത് അന്നേരം ചെയ്യുക. അത് കർത്താവ് അങ്ങനെ ചെയ്തുള്ളൂ. പിതാവ് പറഞ്ഞതാണ് ചെയ്തത്. അത് കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിതാവ് പറയുന്നത് അതേപോലെ കർത്താവ് ചെയ്യാണ്. എന്നിട്ട് താഴ്മയെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില പിക്ചറുണ്ട്. താഴ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കഴുകുന്നതാണ്. താഴ്മയെന്ന് പറയുന്നത് പെതുക്കെ സംസാരിക്കുന്നതാണ്, അല്ലേ? താഴ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ കൊള്ളാത്തവനാണെന്ന് പറഞ്ഞു, ഇതൊന്നും താഴ്മയുടെ അല്ല. ഇതൊക്കെ ചിലപ്പോൾ അത് വ്യാജ താഴ്മയുടെ ലക്ഷണം. കൊലോസ്യയിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ താഴ്മ അനുസരണത്തിൽ കൂടിയാണ് വെളിപ്പെട്ടത്. ആ അനുസരണം കംപ്ലീറ്റ് ആവുന്നത് ക്രൂശിലെ മരണത്തിലാണ്. ഇത് എബ്രായ ലേഖനത്തിലും യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്തിനെ പറ്റി പറയുമ്പോൾ ഇതേ കാര്യം പറയുന്നുണ്ട്. എബ്രായ ലേഖനം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നീട് കേട്ടു നോക്കിയാലേ ചിലപ്പം കൂടുതൽ ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. എബ്രായ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ പറയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം? അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബീയിങ് പെർഫെക്റ്റഡ് എന്നാണ്. അന്നേരം യേശു ക്രിസ്തുവിൻ്റെ അനുസരണം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയത് ക്രൂശിലാണ്. അതാണ് ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. എന്തിനാണ് യേശു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത്? യേശു ക്രിസ്തു ദൈവത്തെ നമ്മോട് നിരപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യമെങ്കിൽ
യേശുക്രിസ്തുവിന് ക്രൂശിലെ മരണം വരെ അനുസരണം തികയ്ക്കേണ്ട കാര്യമില്ല. എബ്രാഹിമിൽ പറഞ്ഞിരിക്കുന്നത് ഹീസ് പെർഫെക്റ്റഡ് ഇൻ ഒബീഡിയൻസ് എന്നാണ്. അന്നേരം ഒബീഡിയൻസിൻ്റെ ക്ലാസ് മുഴുവൻ പെർഫെക്റ്റ് ചെയ്തു. അന്നേരം യേശുക്രിസ്തു അനുസരിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരിച്ച് എന്തിനാണ്? എബ്രായ ലേഖനകർത്താവ് പറയാണ് തന്നെ അനുസരിക്കുന്നവർക്ക് രക്ഷയുടെ കാരണം പോയതായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, ദൈവം നമ്മളെ ക്രൂശിൽ നിരപ്പിച്ചത് നമ്മളെ അനുസരണത്തിൽ തികഞ്ഞവരാക്കി യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ അതേ സ്വരൂപത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഫിലിപ്പി ലേഖനത്തിലേക്ക് പൗലോസ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന് അനുസരണം പറഞ്ഞതിന് ശേഷം ഫിലിപ്പെ സഭയിലെ ആൾക്കാരുടെ അനുസരണമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുകയാണ് 12ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുകയും, രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു റോങ് ട്രാൻസ്ലേഷനാണ്. രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നിങ്ങൾ രക്ഷ പൂർത്തീകരിക്കുകയും ഇല്ലെങ്കിൽ രക്ഷ പ്രാവർത്തികമാക്കുകയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതെങ്ങനെയാണ്? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ, അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് പറയുകയാണ്, ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, നിങ്ങൾ അവനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഫോർ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു ടു ബോത്ത് ടു വിൽ ആൻഡ് ഡു ഹിസ് വർക്ക്. ഇന്നേരം ഇവിടെ പറയാൻ നിങ്ങൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു, അല്ലേ? ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിലും പറയുന്നുണ്ട്, എങ്ങനെയാണ് അവൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പറയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിന്നാൽ അവൻ്റെ മുമ്പിൽ നിൽക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞത്, ദൈവം റെക്കൺസിൽ ചെയ്യുന്നു. വിശ്വാസത്താൽ നമ്മൾ ദൈവത്താലോട് നിരപ്പിക്കപ്പെട്ടു. ആ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ദൈവം നമ്മൾ കൂടി വർക്ക് ചെയ്യും. അങ്ങനെ അൾട്ടിമേറ്റ്ലി അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്കങ്ങളും മക്കളുമാകും. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പറയും. എന്നിട്ട് ദൈവത്തിൻ്റെ ആ അൾട്ടിമേറ്റ് പർപ്പസിലേക്ക് തിരിച്ചു വരികയാണ് ഒരു മനുഷ്യൻ. എന്താണ്? ജീവൻ്റെ വചനത്തിൽ കൂടി നിരപ്പ് പ്രാപിച്ചു. ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ഒരു ലൈറ്റ് അതിൻ്റെ ഫുൾ പ്രകാശം കൊടുക്കുന്നത് പോലെ ഓരോ വ്യക്തികളുമായി തീരും. ഇത് ആണ് വർക്കിംഗ് ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇങ്ങനെ ഓരോ വ്യക്തികൾ, ഞാൻ പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ജീവനാണ് മനുഷ്യർ കൂടി വെളിപ്പെട്ടത്. ആ ജീവനിൽ നിന്നാണ് മനുഷ്യനാകുന്നു പോയത്. ആ ജീവനിലേക്ക് മനുഷ്യനെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ പാപമായി തീർന്നത്. ആ റെസ്റ്റോർ ആയ വ്യക്തികൾ കൂടി ദൈവത്തിൻ്റെ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ലോകത്തിൽ ജ്യോതിഷികളെ പോലെ അവരുടെ ഇടയിൽ ജീവൻ്റെ പ്രവണം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോകും. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ പൗലോസ് പറയുന്നത് പൗലോസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. പൗലോസ് കുറേ ആൾക്കാരുടെ സുവിശേഷം പറഞ്ഞു, കുറേ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു, ഇത്രയും പേര് സ്വർഗത്തിൽ പോകുന്നു. പൗലോസിൻ്റെ വർക്ക് അതല്ലായിരുന്നു. പൗലോസ് പറയാണ്, ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരെ കാണുമ്പോൾ പൗലോസ് പറയാണ്, ഞാനതിൽ സന്തോഷിക്കും. എഫേസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ്, ഏറ്റവും ആത്യന്തിക പദ്ധതി എന്താണെന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ പറയാണ്, അവൻ അവളെ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ അല്ല, മുമ്പ് ഞാൻ പറഞ്ഞതെല്ലാം ഇൻഡിവിജ്വൽ വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞത്. നമ്മെ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ പറയാണ്, സഭയെപ്പറ്റി പറയാണ്, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിന് തക്കവണ്ണം അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. അന്നേരം യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? കുറേ വ്യക്തികളെ വിശുദ്ധരാക്കുക എന്നുള്ളതല്ല, കുറേ വ്യക്തികളെ ഇൻഡിവിജ്വലായിട്ട് ജ്യോതിഷികളെ പോലെ ശോധിപ്പിക്കുക എന്നുള്ളതല്ല. എന്താണ്? ഒരു സഭ ഒന്നാകണം. ഉൽപ്പത്തിയിൽ കണ്ടതുപോലെ ഒരു ബോഡി ഉണ്ടാവണം. ആ സഭ ഒന്നായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ആ ഉൽപ്പത്തിയിലെ വാക്യം വായിച്ചിട്ട് 31-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാവുന്നു പറഞ്ഞത്. നേരം ഇവിടെ കൂമ്പാറ എന്ന സ്ഥലത്ത് ഒരു സഭ യഥാർത്ഥത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തുന്ന അതിലേക്ക് വരുമ്പോൾ, ഒരു ശരീരമായിട്ട് വെളിപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള പർപ്പസ് ഫുൾഫിൽ ആകും. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ആണ് രക്ഷിക്കപ്പെടുന്നത്, എന്നാൽ കർത്താവിന് മുമ്പിൽ നിൽക്കാൻ പോകുന്നത് ഒരു ശരീരമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ബൈബിളിൻ്റെ ഹോൾ മെസ്സേജ്. മനുഷ്യൻ വീണുപോയെടുത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതിയിലേക്ക് ദൈവം മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന പോലെ ഞാൻ വിശദീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
ദൈവം നമ്മളെ സഹായിക്കട്ടെ.